ഇപ്പോൾ നമുക്കിപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ UDF കൺവീനർ, ഒപ്പം തന്നെ MP, ഒരുപക്ഷെ നമ്മളുടെ സണ്ണി ജോസഫ് വക്കീൽ ഒഴിഞ്ഞാൽ അടുത്ത KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് നമ്മൾ കരുതുന്ന ശ്രീ ബെന്നി ബെഹനാൻ MP തത്സമയം ചേരുന്നു. ശ്രീ ബെന്നി ബെഹനാൻ MP, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. വളരെ സന്തോഷം. അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. സന്തോഷം. ഈ വലിയൊരു വിജയം നേടിയതിനു ശേഷമേ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഈ പോര് എങ്ങനെയാണ് ശ്രീ ബെന്നി ബെഹനാൻ MP കാണുന്നത്? ഒരുപാട് പോരുകൾ കണ്ട ആളാണല്ലോ ശ്രീ ബെന്നി ബെഹനാൻ. ആ പോരുകൾക്കിടയിൽ കൃത്യമായി മധ്യസ്ഥത വഹിച്ച പാർട്ടി ഒരു കരയ്ക്ക് എത്തിച്ച നേതാവ് കൂടിയാണ്. വലിയൊരു വിജയം UDF കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്. ആ വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന തലത്തിലുള്ള ചില പ്രകടനങ്ങളും ചർച്ചകളും വാദഗതികളും ആരോപണങ്ങളും ഒക്കെ അവകാശവാദങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. അതിൽ ഞാൻ നേരത്തെ എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. അത് നിരാശാജനകമാണ്, ദുഃഖകരമാണ് എന്ന് പറഞ്ഞിരുന്നു. അത്തരം പോരുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വപരമായ ഇടപെടൽ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ നേരത്തെ ശ്രീ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എനിക്ക് സന്തോഷമുള്ളത്, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് വന്ന് വലിയൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സിംഗ് ആണ് അവർ നടത്തിയത്. കേൾക്കേണ്ടവരുടെ മുഴുവൻ അഭിപ്രായം കേട്ടു, അറിയേണ്ട അഭിപ്രായങ്ങൾ ആരാഞ്ഞു, പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. ഇനി അവർ ഡൽഹിയിൽ പോയി കോൺഗ്രസിൻ്റെ നടപടി പ്രകാരം ഡൽഹിയിൽ പോയി കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ച് അതിനുശേഷവും ഇനി ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കും എന്ന ഉറപ്പോടുകൂടിയാണ് പോയിരിക്കുന്നത്. ആ ഉറപ്പാണ് എന്നെപ്പോലെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് സന്തോഷം നൽകുന്നത്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2 ദിവസത്തിനകം ഇതെല്ലാം കെട്ടടങ്ങി ഒരു യോജിപ്പോടുകൂടിയുള്ള തീരുമാനം വന്ന് കേരളത്തിനൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.